ഹലോ ഹായ്, ജിനോൻ ഡീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 13 കിലോമീറ്റർ മാറി മലയൻകീഴ് ഭാഗത്ത് നിന്നും 1 കിലോമീറ്റർ ഉള്ളിലുള്ള 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഒരു വീടാണ്. 2 കിലോമീറ്റർ ചുറ്റുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, സ്കൂളുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഈ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ കാണാൻ പറ്റുന്ന പോലെ തന്നെ നല്ല രസമായിട്ടാണ് ആ വീട് ചെയ്തിരിക്കുന്നത്. നല്ല ആ ഒരു ഡിസൈനും നല്ല ആ ഒരു ക്വാളിറ്റിയും നമുക്ക് ആ പുറമെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ആ കാണുന്ന ഫ്രണ്ടിലൂടെ കയറുമ്പോൾ ആ ഗേറ്റ് 2 ഗേറ്റ് കാണാം. ഒന്ന് സ്ലൈഡിംഗ് ആണ്, അല്ലാതെ ഒന്ന് ഒരു സിംഗിൾ ഡോർ ഗേറ്റാണ്. ഒരു കാർ പോർച്ച് കാണാം. കാർ പോർച്ച് കഴിഞ്ഞിട്ട് സൈഡിലൂടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളെ കാണുന്ന പോലെ വുഡൻ ഫിനിഷിൽ തന്നെയാണ് ആ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ലൊരു ക്വാളിറ്റി പ്രീമിയം രീതി തന്നെയാണ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലാകും. നമുക്കിനി ആ വീടിൻ്റെ ചുറ്റും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് 2500 സ്ക്വയർ ഫീറ്റ് വീടായതുകൊണ്ട് തന്നെ ഏകദേശം ഇത് 5 സെൻറ്റിലായിരിക്കുന്നത്. 5 സെൻറ്റ് നിറഞ്ഞ് ആ വീട് ഇരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് നടന്നു പോകാനുള്ളൊരു സ്പേസാണ് നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നത്. പുതിയ വീടുകളിലൊക്കെ ഗ്യാസ് നമ്മൾ പുറത്താണ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെറ്റൽ കവറിംഗ് ആണ് കാണുന്നത്. 3 ഫേസ് ലൈനാണ് ഇവിടെ വലിച്ചിട്ടുള്ളത്. കിണർ ഒതുക്കി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി വീടിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളിലോട്ട് പോകാം. ചെന്ന് കയറുമ്പോൾ തന്നെ കാണുന്ന പോലെ തന്നെ ആ ടോപ്പിലൊക്കെ നല്ലൊരു രീതിയിലാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ആ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു പാർട്ടീഷൻ തിരിച്ചിരിക്കുന്ന ആ ഒരു ആർച്ച് തന്നെ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു TV യൂണിറ്റും അതുപോലെ തന്നെ ഹാളിൻ്റെ സ്പേസ് എടുത്ത് പറയേണ്ടതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. നമുക്കത് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറുകയാണെങ്കിൽ ഒരു കോർട്ട്യാർഡ് കാണാം. കോർട്ട്യാർഡ് വളരെ മനോഹരമായിട്ട് നമ്മൾ വെള്ളത്തിൻ്റെ ആ ഒരു ഫീൽ വരുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പുറമെ ഒരു തിക്കായിട്ടുള്ള ഗ്ലാസ്സൊക്കെ ഇട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. നല്ല ഫിനിഷ് വർക്കാണത്, കാണുമ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ വെളിച്ചവും കിട്ടും. അതുകൊണ്ട് ഇത് ഡൈനിങ് ഏരിയയാണ്. ഒരു വാഷ് ബേസിൻ, നല്ല സ്റ്റൈൽ ആൻഡ് വാഷ് ബേസിംഗ് ആണ്. അതിനുവേണ്ടി മാത്രം അവർ ഡിസൈൻ ചെയ്ത ആ ഡിസൈനൊക്കെ നല്ല രസമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓപ്പൺ കിച്ചണാണ്. ആ ഓപ്പൺ കിച്ചണിലോട്ട് പോകാം. ഓപ്പൺ കിച്ചണിലോട്ട് കയറുമ്പം തന്നെ ഒരു വുഡൻ ഫിനിഷിലുള്ളൊരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിട്ടുണ്ടത്. മോഡുലാർ കിച്ചണാണ്. മോഡുലാർ കിച്ചൺ വളരെ ഭംഗിയിൽ വളരെ സ്റ്റൈലായിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ കാഴ്ച തന്നെ നമുക്ക് പ്രീമിയം ലുക്ക് നമുക്ക് മനസ്സിലാകും. തൊട്ടടുത്തുള്ള നമുക്ക് ആ വർക്ക് ഏരിയ നോക്കാം. വർക്ക് ഏരിയ കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. കബോർഡ് വർക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സിംബോള് വെർട്ടിഫൈൽ ടൈൽസുകളാണ്. റൂഫ് വർക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ടൈൽസിനോട് മാച്ച് ആകുന്ന രീതി തന്നെയാണ് റൂഫിൽ വർക്ക് ചെയ്തിട്ടുള്ളതും. ആ ഒരു LED പാനൽ ലൈറ്റ് കാണുമ്പോൾ നമുക്ക് ആ ലൈറ്റിംഗ് ആയിരുന്നാലും ഒരു പ്രീമിയം ക്വാളിറ്റി. നമുക്കതിനകത്ത് ലൈറ്റുകൾ വാരി വലിച്ചിട്ടിട്ടില്ല. എന്നാൽ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയിൽ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ആ ലൈറ്റ് വർക്കെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിന് വേണ്ടി ചെയ്ത ഭാഗവും ഇതുപോലെ തന്നെയാണ്. നമുക്ക് ആ ഓൾ ടൈൽ കാണുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. മാസ്റ്റർ ബെഡ്റൂമാണ്. ഏകദേശം 200 സ്ക്വയർ ഫീറ്റോളം വരുന്ന മാസ്റ്റർ ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല വലുതാണ്. അതുപോലെ തന്നെ അതിനകത്ത് കബോർഡ് വരുന്നുണ്ട്. കബോർഡ് ഏകദേശം ഒരു ചുമര് നിറച്ചിരിക്കുകയാണ്. നല്ല വലിയ കബോർഡാണത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വലുപ്പത്തിലാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അതിൻ്റെ വാഷ്റൂമിലോട്ട് കയറാം. വാഷ്റൂം ഫിറ്റിങ്സൊക്കെ നല്ല ഫിറ്റിങ്സാണ്, നല്ല ക്വാളിറ്റി ഫിറ്റിങ്സാണ്. ഫിറ്റിങ്സ് സൊമാനി മർമോറ, ഈ 2 ഫിറ്റിങ്സാണ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ബെഡ്റൂമാണ്. അത് കഴിഞ്ഞ് നമുക്ക് മേളിലോട്ട് പോകാം. സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ അത്യാവശ്യം നല്ല വീതിയിലും നീളത്തിനും ഒരു ഹാളുണ്ട്. അത്യാവശ്യം നല്ല വീതിയിൽ നീളത്തിന് ഹാളാണ്. അത് കഴിഞ്ഞ് നമുക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ ബെഡ്റൂമുണ്ട്. 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും നല്ലൊരു കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ജനലിലും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എല്ലാത്തിലും കർട്ടൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൻ്റെ ആ ഒരു ക്വാളിറ്റി നോക്കാം. ഡോറിൻ്റെ ക്വാളിറ്റിയൊക്കെ എടുത്തു പറയേണ്ടതാണ്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഡോറുകളാണ്. ഫിറ്റിങ്സും അങ്ങനെ അതുപോലെ തന്നെയാണ്. ഫിറ്റിങ്സിൻ്റെ ആ ഡിസൈനും ആ ഒരു പ്രീമിയം ക്വാളിറ്റി അവർ കളയാതെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് അടുത്ത ബെഡ്റൂമിലോട്ട് പോകാം. ഇവിടുത്തെ വയറിങ്ങും സ്വിച്ചസും എല്ലാം വി ഗാർഡിൻ്റെയാണ്.
പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ആ ഒരു അതിൻ്റെ കാഴ്ച നല്ല ഭംഗിയുള്ള കാഴ്ചയാണ്. നമുക്ക് അവിടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയ ഒരു കാഴ്ചയാണ്. അതിനടുത്തൊരു ടർഫൊക്കെ ഉണ്ട്. ഡിസൈൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെ കളർ പാറ്റേണും എല്ലാം നല്ല രീതിയിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് 98 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. നിങ്ങളെന്തായാലും ഈ കാണുന്ന നമ്പറിൽ എന്നെ ബന്ധപ്പെടുക. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്.